ആ, നിങ്ങളിവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ? നിഖിലയുടെ അമ്മയോട് പറഞ്ഞു. നിങ്ങളാകും ഇതൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്തത്. എന്നാ കേട്ടോ, നിങ്ങളുടെ മോളെ ഈ ജീവൻ മനോഹരന് വേണ്ട. എന്റെ പെങ്ങളെ നോക്കാൻ എനിക്കറിയാം. അവളെ കേട്ടാൻ എന്റെ കുടുംബം ഉപേക്ഷിക്കാനും എനിക്ക് പറ്റില്ല. വിളിച്ചോണ്ട് പോകാൻ നോക്ക്. നിങ്ങളുടെ മോളെ, നിങ്ങൾക്കും നിങ്ങളുടെ മോൾക്കും ഞങ്ങളെ സ്വത്തിലാണ് കാണുക. അതൊക്കെ എനിക്കറിയാം. പക്ഷേ എന്റെ അച്ഛന് അറിയില്ല. അതാണ് സ്വന്തം പെങ്ങളുടെ മോളെ കൊണ്ട് കെട്ടിക്കാൻ നോക്കിയത്. ജീവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അതിലും തന്നെ എനിക്ക് വേണ്ട. ആടിക്കൊണ്ട് കവൾ പൊത്തിപ്പിടിച്ചോണ്ട് നിഖില പറഞ്ഞു. ഓഹോ, സന്തോഷം. ജീവൻ കൈ കുപ്പിക്കൊണ്ട് പറഞ്ഞു. പക്ഷെ തന്നെ വേറെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. താൻ കെട്ടുകയാണെങ്കിൽ എന്നെ മാത്രമേ കേട്ടത്തുള്ളൂ. വിരൽ ചൂണ്ടി പറഞ്ഞിട്ട് പോകുന്നവളെ ജീവൻ ദേഷ്യത്തോടെ നോക്കി നിന്നു. അതെ, എനിക്ക് അമ്മായിയെ കാണാൻ പോകണമായിരുന്നു. ജീവന്റെ തോളിൽ നിന്ന് തോണ്ടിക്കൊണ്ട് ശാലിനി തിരക്കി. ജീവൻ പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് ശാലിനിയെ നോക്കി. അല്ല, എന്റെ അമ്മായി ഇവിടെ അഡ്മിറ്റാണ്. എനിക്ക് കാണാൻ പോകണമായിരുന്നു. അവന്റെ വലിഞ്ഞു മുറുകിയ മുഖം കാണി ശാലിനിക്ക് പേടിയോടെ പറഞ്ഞു. അതിനൊന്ന് നീട്ടി മൂടിയിട്ട് ശാലിനിയുടെ കയ്യിലും കുഞ്ഞിനെ വാങ്ങാൻ ഒരുങ്ങി ജീവൻ. അയ്യോ, മോളെടുക്കണ്ട. മോൾ ഉണർന്നാൽ വേദന എടുത്ത് കരയും. ഞാൻ കൂടെ കൊണ്ടുപോയിക്കോളാം. ശാലിനി ഒന്നോട് തമ്പുരുമുളം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് ജീവൻ എന്ന് മോളി. അപ്പോഴേക്കും ശാലിനി ഫോണെടുത്ത് ഹരിയുടെ നമ്പർ ഡയൽ ചെയ്തു. ഒരു വട്ടം ബെല്ലടിച്ചു നിന്നു. പിന്നെയും വിളിച്ചപ്പോൾ ബിസി പറഞ്ഞു. തന്നെയും ജീവൻ സാറിനെയും ഒരുമിച്ച് കണ്ടതിന്റെ ദേഷ്യമാണെന്ന് മനസ്സിലായി ശാലിനിക്ക്. ശാലിനി ഹരി ഫോൺ എടുക്കാത്തത് കൊണ്ട് അരുണിന്റെ ഫോണിലേക്ക് വിളിച്ചു. എടാ, ദേ ശാലിനി എന്നെ വിളിക്കുന്നു. ക്യാൻറ്റീനിൽ ഇരുന്ന് ചായ കുടിച്ചോണ്ടിരുന്ന അരുൺ ഹരിയോട് പറഞ്ഞു. നിന്നെ വിളിക്കുന്നെങ്കിൽ നീ എടുക്ക്, എനിക്കിപ്പോൾ എടുക്കാൻ സൗകര്യമില്ല. ഹരി ദേഷ്യത്തോടെ പറഞ്ഞിട്ട് ആ ചൂട് ചായ എടുത്ത് കുടിച്ചിട്ട് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഹരി പോയ വഴി നോക്കി അന്തം വിട്ട് അവിടെ ഇരുന്നു. പിന്നെ ശാലിനി വിളിച്ചപ്പോഴാണ് അവൻ പെട്ടെന്ന് ഫോൺ എടുത്തു. പറ ശാലിനി. ഫോൺ ചെവിയോട് ചേർത്തുകൊണ്ട് അരുൺ പറഞ്ഞു. നിങ്ങൾ നിൽക്കുന്നത് എവിടെയാ? അവിടെയാണോ? അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. അത്രയും പറഞ്ഞ് അരുൺ ഫോൺ വെച്ചു. എന്നിട്ട് ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റ് ചായയുടെ പൈസയും കൊടുത്തിട്ട് ക്യാൻറ്റീനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ ചെന്നപ്പോൾ ഹരി അവിടെയെങ്കിലും കാണാനില്ല. അവൻ ശാലിനി പറഞ്ഞിടത്തേക്ക് നടന്നു. ഹരി നേരെ പോയത് റൂമിലേക്കാണ്. അവിടെ സീതമ്മയുടെ അടുത്ത് തന്നെ ഒരു കസേരയിൽ ശ്യാമിലി ഇരുന്നുറങ്ങുന്നുണ്ട്. അവൻ അവിടേക്ക് ചെന്നതെന്നും അവൾ അറിഞ്ഞിട്ടില്ല. ഹരി നേരെ അമ്മയുടെ അടുത്തേക്ക് നടന്നു. സീതയുടെ അടുത്ത് എത്തിയപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഒരു പനി വന്നാൽ പോലും അമ്മ ഇങ്ങനെ കിടന്നത് ഓർമ്മയില്ല തനിക്ക്. ഇപ്പോ ആരുടെയും ഒരു സഹായമില്ലാതെ അമ്മയ്ക്കൊന്ന് എഴുന്നേൽക്കാൻ കൂടെ പറ്റില്ല. അവൻ നിറഞ്ഞ കണ്ണുകൾ ഇരുത്തോളിലും തുടച്ചു. പിന്നെ സീതയുടെ തലയിലൊന്നും തലോടി. അമ്മ. തലോടുന്നതിനൊപ്പം അവൻ അവരെ ഒന്ന് വിളിച്ചു. അവന്റെ വിളി കേട്ട് സീത ആയാസപ്പെട്ട് പോടുന്നതിന് കണ്ണുകൾ തുറന്നു. ചുണ്ടിന്റെ ഒരു സൈഡ് കോണിൽ പോയിരുന്നു. പിന്നെ വലതു ഭാഗം മുഴുവൻ തളർന്നു പോയി. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. കരയല്ലേ അമ്മ, ഇതൊക്കെ പെട്ടെന്ന് മാറും. അവൻ അവിടെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഹരിയുടെ സംസാരം കേട്ട് ഉറങ്ങിയിരുന്ന ശ്യാമിലി പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. സീതയുടെ അടുത്ത് നിൽക്കുന്ന ഹരിയെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു. അവൾ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. അവൾ എഴുന്നേറ്റതൊക്കെ കണ്ടെങ്കിലും ഹരി അവളെ മൈൻഡ് ചെയ്യാൻ പോയില്ല. അമ്മയോട് എന്തൊക്കെ ചോദിച്ചിട്ട് അവൻ അവിടെ നിന്നു. പക്ഷെ സീതയുടെ കണ്ണുകൾ ശ്യാമിലിയിൽ തന്നെയായിരുന്നു. അത് ശ്യാമിലി കാണുകയും ചെയ്തു. അവൾ അവരെ നോക്കി മനോഹരമായെന്ന് പുഞ്ചിരിച്ചു. നിങ്ങളിലൂടെ വേണം എനിക്ക് ഹരിയേട്ടനെ നേടാൻ. അതിനുവേണ്ടി നിങ്ങളെ കുറച്ചു നാളത്തേക്ക് എനിക്ക് നോക്കേണ്ടി വരും. ഹരിയേട്ടൻ എന്നെ സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഞാൻ ഞങ്ങൾക്കിടയിൽ നിന്നും പറഞ്ഞയച്ചിരിക്കും. ശ്യാമിലി ഓരോന്നും ആലോചിച്ചു കൂട്ടി ആ നേരം കൊണ്ട്. ഇതാണ് റൂം. സീത കിടക്കുന്ന റൂമിന്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് അരുൺ പറഞ്ഞു. അതിന് ശാലിനി അയാളെ നോക്കിയെന്ന് പുഞ്ചിരിച്ചു. മോളെ, ഞാൻ എടുക്കണം. തന്നെ തൊട്ട് ബാക്കിന് ജീവൻ ചോദിക്കവേ ശാലിനി വേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ഇവിടെ ഇരിക്കാം, താൻ പോയി കണ്ടിട്ട് വാ. അതും പറഞ്ഞ് തൊട്ടടുത്തുള്ള ചെയറിലേക്ക് പോയിരുന്നു ജീവൻ. അവനെ നോക്കിയിട്ട് ശാലിനി അരുണിനെ നോക്കി. അവളുടെ നോട്ടം കണ്ട് അരുൺ ഡോറിൽ തട്ടി. കുറച്ചു നേരം കഴിഞ്ഞാണ് ഹരി ഡോർ തുറന്നത്. അരുണിന്റെ കൂടെ നിൽക്കുന്ന ശാലിനിയെ കണ്ടിട്ട് കാണാത്ത മട്ടിൽ അകത്തേക്ക് തന്നെ കയറിപ്പോയി ഹരി. അരുൺ ശാലിനിയെ നോക്കി ചിരിച്ചിട്ട് അകത്തേക്ക് കയറി വരാൻ കണ്ണുകൊണ്ട് ശാലിനിയെ കാണിച്ചു. അത് കണ്ട് ശാലിനി അകത്തേക്ക് കയറി. അവളുടെ കണ്ണുകൾ ബെഡിൽ കിടക്കുന്ന സീതയുടെ മുഖത്തേക്ക് പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അമ്മായി. അവളൊരു വിതുമ്പലോടെ വിളിച്ചുകൊണ്ട് അവിടെ അടുത്തേക്ക് നടന്നു. ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ ആ വിളിയിൽ അവന്റെ മാത്രമല്ല സീതയുടെയും. അമ്മായി. ബെഡിന്റെ അടുത്തേക്ക് വന്നിന്ന് അവരുടെ കയ്യിൽ തലോടിക്കൊണ്ട് ശാലിനി വിളിച്ചു. സീതയുടെ കണ്ണുകൾ ശാലിനിയുടെ തോളിൽ കിടക്കുന്ന കുഞ്ഞിലായിരുന്നു. ഒന്നുമില്ല, എല്ലാം മാറും. ഒന്നോടെ അവരുടെ കയ്യിൽ തലോടിക്കൊണ്ട് ശാലിനി പറഞ്ഞു. ഒപ്പം തന്റെ അടുത്ത് നിൽക്കുന്ന ഹരിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. അവൾ നോക്കുന്നത് കണ്ടതും കണ്ണുകൾ തുടച്ചിട്ട് ബെഡിനോട് ചേർന്ന് കണ്ണ് ജനലോരം പോയി നിന്നു. അവന്റെ അവഗണന ശാലിനി നല്ലതുപോലെ വേദനിപ്പിച്ചു. ഞാൻ നിൽക്കാം അമ്മയുടെ കൂടെ, വിഷമിക്കണ്ട കേട്ടോ.
അവരുടെ തലയിൽ തലോടിക്കൊണ്ട് ശാലിനി പറഞ്ഞു, അതിന്റെ ആവശ്യമില്ല. കാണാൻ വന്നവർ കണ്ടിട്ട് പോയാൽ മതി. എന്റെ അമ്മയെ നോക്കാൻ എനിക്കറിയാം. ശാലിനി നോക്കാതെ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഹരി പറഞ്ഞു, അമ്മ എങ്ങനെ ഹരിയേട്ടനെ നോക്കാൻ പറ്റുമെന്നാ പറയുന്നേ? ഹരിയേട്ടന് അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ പറ്റുമെന്നാണോ പറയുന്നത്? അതുകൊണ്ട് എനിക്കറിയാം എന്റെ അമ്മയെ നോക്കാൻ. ഞാൻ തമ്പുരുമോളെ ഒന്ന് കൊണ്ടു കൊടുത്തിട്ട് വരാം. അവളുടെ വാക്ക് കേട്ടപ്പോൾ ഹരിയുടെ മനസ്സൊന്ന് നിറഞ്ഞു. ഇത്രയും നേരം മനസ്സ് നീറി പുകഞ്ഞതിൽ തണുപ്പ് പടർന്ന പോലെ അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇപ്പൊ ആരും ബുദ്ധിമുട്ടണ്ട, എനിക്കറിയാം അമ്മായിയെ നോക്കാൻ. ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ട് ശ്യാമിലി പറഞ്ഞു. ശ്യാമിലിയുടെ ശബ്ദം കേട്ടതും ശാലിനി പൊടുന്ന തിരിഞ്ഞു നോക്കി. തോർത്തുകൊണ്ട് മുഖം തുടക്കുകയാണ് അവൾ. ശാലിനി ഒന്ന് നോക്കുന്നത് പോലുമില്ല. ശാലിനി വിശ്വാസം വരാതെ തിരിഞ്ഞ് ഹരിയെ നോക്കി. അവന്റെ മുഖത്ത് ടെൻഷനാണ് ഇരിക്കുന്നത്. ഹരിയേട്ടൻ പറഞ്ഞില്ല ഞാനാണ് അമ്മയെ നോക്കുന്നതെന്ന കാര്യം. ഹരിയെ നോക്കിക്കൊണ്ട് പിന്നെയും ശ്യാമിലി പറഞ്ഞതും ശാലിനി അവളുടെ അമ്മ എന്ന വീടിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതേപോലെ തന്നെയായിരുന്നു അരുണിന്റെയും ഹരിയുടെയും അവസ്ഥ. ശാലിനി ഒന്നും മിണ്ടാതെ സീതയുടെ അടുത്തേക്ക് നടന്നു. ഞാൻ പോകും അമ്മായി. ഇപ്പൊ എന്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ. ഞാൻ നിൽക്കുന്ന വീട്ടിലും ഇതുപോലെയൊന്നും ചലിക്കാൻ പോലും കഴിയാത്ത ഒരു പെൺകുട്ടി കിടക്കുന്നുണ്ട്. അവിടെ ഞാനല്ലെങ്കിൽ വേറൊരാൾ വന്ന് നോക്കിക്കോളും എന്ന് കരുതിയിട്ടാണ് ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞത്. ഇപ്പോ അമ്മായി നോക്കാൻ ആളുണ്ടല്ലോ. അപ്പോ ഞാൻ ഇറങ്ങും അമ്മായി. മോൾക്ക് വാക്സിൻ എടുത്തിട്ട് വന്നതാ. ഉണർന്നാൽ ചിലപ്പോൾ ബഹളമുണ്ടാക്കും. ഞാൻ വരാം. അത്രയും പറഞ്ഞിട്ട് ശാലിനി തമ്പുരുമോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കുഞ്ഞ് അവന്ന് സീതയുടെ നെറ്റിയിലൊന്ന് മുതി. പിന്നെ ആരെയും നോക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ശാലിനി സങ്കടപ്പെട്ട് ഇറങ്ങി പോകുന്നത് നിറഞ്ഞ മനസ്സോടെ ശ്യാമിലി നോക്കി നിന്നു. ഹരി ഒരു മരവിപ്പോടെ അവിടെ നിൽക്കുകയാണ്. ശ്യാമിലി ഇവിടെ കണ്ടത് ശാലിനി ഏത് രീതിയിൽ എടുത്ത് കാണുമെന്നാണ് അവൻ ചിന്തിച്ചത്. പിന്നെ ശ്യാമിലി അമ്മയെ അമ്മയെന്ന് വിളിച്ചത്. ഹരി ആലോചന നിൽക്കുന്ന കണ്ട് ശ്യാമിലിക്ക് അവൻ താൻ പറഞ്ഞതിൽ ദേഷ്യമൊന്നും വന്നില്ലെന്ന് കണ്ട് സന്തോഷം തോന്നി. അവളുടെ ബാഗിലിരുന്ന അവൾ കൊണ്ടുവന്ന ഡിവോഴ്സ് നോട്ടീസും എടുത്തുകൊണ്ട് ശാലിനിക്ക് പുറകെ പോയി. ശ്യാമിലി പോകുന്ന നോക്കിയെന്ന അരുൺ ജനലരികിൽ നിൽക്കുന്ന ഹരിയുടെ അടുത്തേക്ക് നടന്നു. ശ്യാമിലി റൂമിന് വെളിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ശാലിനി ഒരു ചെറുപ്പക്കാരുമായി നിന്ന് സംസാരിക്കുന്നു. അവളുടെ കയ്യിലിരുന്ന കുഞ്ഞിപ്പോ അയാളുടെ കയ്യിലുണ്ട്. എന്തായിരിക്കും ആ കുഞ്ഞും അയാളും? ശ്യാമിലി ചിന്തയോടെ അവരുടെ അടുത്തേക്ക് നടന്നു. എന്നാ പോകാവോ? തന്റെ മുന്നിൽ കണ്ണുകൾ നിറച്ചു നിൽക്കുന്നവളോടായി ജീവൻ ചോദിച്ചു. പോവാം. അവൾ പതിയെ മുഖം കുനിച്ചൊന്ന് മൂളി. അവളുടെ മുഖഭാവം കണ്ട് ജീവന് വല്ലാത്ത വാത്സല്യം തോന്നി അവളോട്. എന്നവാ അതും പറഞ്ഞ് അവൻ മുന്നേ കുഞ്ഞിനെ കൊണ്ട് നടന്നു. പുറകെ നടക്കാൻ തുടങ്ങുമ്പോഴാണ് പുറകിൽ നിന്നും ശാലിനിയെ ശ്യാമിലി വിളിക്കുന്നത് കേൾക്കുന്നത്. ശാലിനി പൊടുന്ന് തിരിഞ്ഞു നോക്കി. അപ്പോ ഒരു വിജയിച്ചീരുടെ തന്റെ അടുത്തേക്ക് നടന്നു വരുന്ന ശാലിനി നോക്കി നിന്നു. മുന്നോട്ട് നടന്ന ജീവൻ ശാലിനി ആര് വിളിക്കുന്ന കേട്ട് അവരും അവിടെ തന്നെ നിന്നു. ഓ, ഇതാകും ശാലിനിയുടെ അനിയത്തി ശ്യാമിലി. ശ്യാമിലിയെ കണ്ടപ്പോൾ ജീവന് തോന്നി. എന്താ, എന്തിനെന്നെ വിളിച്ചേ? ശാലിനി ഒട്ടും താല്പര്യമില്ലാതെ അവളോട് ചോദിച്ചു. അയ്യോ, സ്നേഹം കൊണ്ടൊന്നും വിളിച്ചതല്ല നിന്നെ. വീട്ടിൽ നിനക്കൊരു സമ്മാനം വന്നിരുന്നു, അത് തരാൻ വേണ്ടിയാ ഇപ്പൊ നിന്നെ വിളിച്ചത്. നീ എവിടെയാണെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോ ഈ സമ്മാനം നിനക്ക് കിട്ടണമല്ലോ. അപ്പൊ ഇത് കൈയോടെ ഹരിയേട്ടനെ ഏൽപ്പിക്കാൻ ഇന്നലെ ഹരിയേട്ടൻ വീട്ടിൽ ചെന്നതാ. അപ്പോഴാ അമ്മയ്ക്ക് അങ്ങനെയൊക്കെ പറ്റിയത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അതൊക്കെ എന്തിനാ ഞാൻ നിന്നോട് പറയുന്നത്? നീ ഇപ്പോ ഇത് ഐശ്വര്യമായി അങ്ങ് വാങ്ങിക്ക്. കയ്യിലിരിക്കുന്ന ആ കവർ ശാലിനിക്ക് നേരെ നീട്ടി. ശാലിനി ഒന്നും മനസ്സിലാവാതെ അവളെ നോക്കി. മേടിച്ചോടി, നിന്റെ കെട്ടിന് നിന്നെ മടുത്തെന്ന് തോന്നുന്നേ. അവളെ നോക്കി ഒരു പുച്ഛത്തോടെ ശ്യാമിലി പറഞ്ഞു. ശാലിനി ഒന്നും മിണ്ടാതെ ശ്യാമിലിയുടെ കയ്യിൽ നിന്നും ആ കവർ വാങ്ങി. പിന്നെ അത് തുറന്നു നോക്കി. അത് ഡിവോഴ്സ് നോട്ടീസ് ആണെന്ന് ശാലിനിക്ക് മനസ്സിലായി. അവൾക്ക് സതീഷിനോട് ദേഷ്യവും വാശിയും ഒക്കെ ഉണ്ടായിരുന്നു. തന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരനാണെന്നും അറിയാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വേദന. ആ മനുഷ്യനെ അത്രയും അധികം താൻ സ്നേഹിച്ചത് കൊണ്ടായിരിക്കാം. ശാലിനി നിറഞ്ഞു വന്ന കണ്ണുകൾ ശ്യാമിലി കാണാതിരിക്കാൻ വേണ്ടി പിടിച്ചു നിർത്തി. ശ്യാമിലിയുടെ പുച്ഛത്തിലുള്ള സംസാരവും ശാലിനിയുടെ മൗനവും കണ്ട് ജീവൻ അവരുടെ അടുത്തേക്ക് വന്നു. പിന്നെ ശാലിനിയുടെ കയ്യിൽ നിന്ന് ആ പേപ്പർ മേടിച്ചു. ശാലിനി ഒന്നും ഞെട്ടി. കാരണം അവൾ സതീഷിന്റെ ഓർമ്മയിലായിരുന്നു. ശ്യാമിന്റെ ജീവൻ വന്ന ആ പേപ്പർ വാങ്ങിയതും അവനെ അടിമുടിയൊന്ന് നോക്കി. കാണാനൊക്കെ കൊള്ളാം. ഇവൾക്ക് മാത്രം ഇത്രയും സുന്ദരന്മാരെ എവിടെ നിന്ന് കിട്ടുന്നോ എന്തോ. അവനെ നോക്കിക്കൊണ്ട് ശ്യാമിലി ഓർത്തു. അവൻ വായിച്ചു നോക്കിയിട്ട് ഡിവോഴ്സ് നോട്ടീസ് ആണെന്ന് കണ്ടതും പെട്ടെന്ന് ശാലിനിയെ നോക്കി. അവിടെ മുഖമൊക്കെ ചുവന്ന് കരച്ചിൽ അടക്കി നിൽക്കുന്നവളെ കാണി അവനെ നെഞ്ചൊന്ന് നീറി. ഇപ്പോ അവൾ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കം അവന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ശാലിനി, പോകാം നമുക്ക്. മോളെ ഉണർന്നാൽ പിന്നെ അവൾക്ക് വാശിയായിരിക്കും. എന്തൊക്കെയോ ചിന്തയിൽ നിൽക്കുന്ന ശാലിന്റെ തോൾ തട്ടിക്കൊണ്ട് ജീവൻ തിരക്കി. പോവാം, അവൾ ഞെട്ടിക്കൊണ്ട് പറഞ്ഞു. എന്നാ വാ. ശ്യാമിലി എന്ന് തുറച്ചു നോക്കിക്കൊണ്ട് ജീവൻ പറഞ്ഞു. എന്തായാലും നിനക്ക് എവിടെ പോയാലും ഇതുപോലെ കുറെ അവന്മാരെ കിട്ടും അല്ലേ?
കൂടെ കൊണ്ട് നടക്കാൻ. അപ്പോൾ നിന്റെ ഭർത്താവിന്റെ വീട്ടുകാർ പറഞ്ഞത് ശരിക്കും ഉള്ള കാര്യമാണല്ലേ? ജീവൻ എന്ന് പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും ജീവന്റെ മുഖം വലിഞ്ഞു മുറുകി. ശാലിനി ഒന്നും പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ലായിരുന്നു. അവളൊന്നും വേണ്ടാതെ തല കുനിച്ചു നിന്നു. ജീവൻ ശാമിലിയെ തുറച്ചു നോക്കിയിട്ട് ശാലിനിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ശാലിനി അവന്റെ കൂടെ ഒരു ശില കണക്കെ നടന്നുപോയി. ഗിരിജ തിടുക്കത്തിൽ നടന്നു വരുമ്പോഴാണ് ശാലിനിയെയും ജീവനെയും കാണുന്നത്. ഗിരിജ നടത്തം നിർത്തി അവിടെ തന്നെ നിന്നു. ശാലിനിയുടെ കൂടെ ഏതാ പയ്യനും കൊച്ചും? അവര് അവിടെ ആലോചിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അവർ ഗിരിജയ്ക്ക് അടുത്തേക്ക് എത്തിയിരുന്നു. ശാലിനി ഒട്ട് ഗിരിജയെ കണ്ടതുമില്ല. ജീവനാണെങ്കിൽ അവരിട്ട് അറിയുകയുമില്ല. അതുകൊണ്ട് അവൻ അവരെ മൈൻഡ് ചെയ്യാതെ അവരുടെ മുന്നിൽ കൂടെ കടന്നുപോയി. എന്നാലും ആരായിരിക്കും അവളുടെ കൂടെയുള്ള ആ ചെക്കനും ആ കൊച്ചും? എന്നാലും അവൾ എന്നെ കണ്ടിട്ട് കാണാത്തത് പോലെ പോയി കളഞ്ഞല്ലോ. അവര് പിറുപിറുത്തോണ്ട് മുകളിലേക്ക് ശ്യാമലി പറഞ്ഞതനുസരിച്ച് നടന്നു. എടാ, നീ ഒന്നും അവളെ പറയാൻ നിൽക്കണ്ട. വെറുതെ അമ്മയ്ക്ക് നമ്മൾ കാണാൻ ഒരു സങ്കടം ഉണ്ടാവരുത്. ശാലിനിക്ക് നിന്നെ അറിഞ്ഞൂടെ? നിനക്ക് അവളെയും അറിയാലോ. പിന്നെന്താ? നീ ശ്യാമലി വരുമ്പോ സൗമ്യമായി സംസാരിക്കാൻ നോക്ക്. ഞാൻ പോയിട്ട് കുറച്ച് കഴിഞ്ഞു വരാം. അപ്പൊ കഴിക്കാൻ ചോറും കൊണ്ടുവരാം കേട്ടോ. അത്രയും പറഞ്ഞിട്ട് ആരും റൂമിന് വെളിയിലോട്ട് നടന്നു. ഹരി അമ്മയുടെ അടുത്തേക്ക് നടന്നു. അമ്മ നല്ല ഉറക്കമാണ്, മരുന്നിന്റെ മയക്കം. അവൻ ആ ബെഡിലേക്ക് ഇരുന്നിട്ട് പതിയെ ആ തളർന്ന കയ്യിൽ തലോടിക്കൊണ്ടിരുന്നു. അമ്മേ, ഞാൻ കാരണം ശാലിനി ഇപ്പോൾ വേദനിച്ചു. എന്റെ മുന്നിൽ കൂടെ മറ്റൊരുവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. സങ്കടം വന്നു, ദേഷ്യം വന്നു. അതുകൊണ്ടാണ് ഞാൻ അവളോട് അങ്ങനെയൊക്കെ പെരുമാറിയത്. പക്ഷെ ശ്യാമിലി ഇവിടെയുള്ള കാര്യം ഞാൻ മറന്നുപോയിരുന്നു. അതാണ് ഞാൻ ശാലിനിയോട് പിണങ്ങി നടന്നത്. അപ്പോ അവൾക്ക് എന്തോരം വേദനിച്ച് കാണും ഞാൻ അങ്ങനെ കാണിച്ചത്. ആ ശ്യാമിലിയെ എനിക്ക് തീരെ പിടിക്കുന്നില്ല അമ്മേ. അവളിപ്പോൾ കുറച്ച് അധികാരം കൂടുതൽ എടുക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് കുറച്ചുകൂടെ കഴിയട്ടെ. അവൾക്ക് ഞാൻ നല്ലത് കൊടുക്കുന്നുണ്ട്. അവൻ ഓരോന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വാതിൽ തുറക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. ഹരി ആരാണെന്നറിയാൻ നോക്കിയപ്പോൾ ചെറുചീരിയുടെ കയറി വരുന്നവരെ ഹരി ഇഷ്ടക്കേരോടെ നോക്കി നിന്നു. ചെറുചീരിയുടെ കയറി വരുന്ന ഗിരിജയെ കണ്ട് ഹരിയുടെ മുഖം വലിഞ്ഞു മുറുകി. അമ്മേ, അമ്മ ഇപ്പൊ വന്നു. ശ്യാമിലി പൊടുന്നനെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അവിടെ അടുത്തേക്ക് പോയി. ഞാൻ ദേ വന്നതേയുള്ളൂ. എന്നാ നിങ്ങൾ കൊച്ചിക്ക് കഴിക്കാനുള്ള ചോറും കറികളും? അവരൊരു കവർ ശ്യാമിലിയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. അവളൊരു ചീരയുടെ ആ കവർ വാങ്ങി അത് അവരുടെ ടേബിളിൽ കൊണ്ടുവച്ചു. അപ്പോഴേക്കും ഗിരിജ സീതയുടെ അടുത്തേക്ക് നടന്നു. അവർ നല്ല ഉറക്കത്തിലായിരുന്നു ആ നേരം. ഇത്രയല്ലേ പറ്റുള്ളൂ മോനെ, നമുക്ക് അപ്പച്ചയെ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടിയില്ലേ? ഗിരിജ സങ്കടത്തോടെ പറഞ്ഞു. അവരുടെ അഭിനയം കണ്ട് ഹരിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൻ ആരെയും നോക്കാതെ പൊടുന്നതിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവന് ഒരു മയമില്ലല്ലോ മോളെ. ഗിരിജ ഹരി പോയ വഴി നോക്കിക്കൊണ്ട് ശ്യാമിലിയോട് പറഞ്ഞു. അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാമേ, ഇനി സമയമുണ്ട്. ശ്യാമിലി ബെഡിൽ ഉറങ്ങിക്കിടക്കുന്ന സീതയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ശരിയായാ മതി. അവര് നെടുവീർപ്പിട്ടോണ്ട് പറഞ്ഞു. അതൊക്കെ ശരിയാകും അമ്മേ. ശ്യാമിലി അവിടെ അടുത്തേക്ക് ഇരുന്നോണ്ട് പറഞ്ഞു. ഞാൻ അത് പറയാൻ മറന്നു. ഞാൻ ഇങ്ങോട്ട് കയറി വരാൻ നേരം ശാലിനിയും പിന്നെ അവളുടെ കൂടെ ഒരുത്തനെയും കണ്ടു. ആരാണെന്നൊന്നും അറിയില്ല. ഒരു പൊടിക്കൊച്ചും ഉണ്ടായിരുന്നു അവന്റെ കയ്യില്. ഗിരിജ പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ പറഞ്ഞു. അത് അവളെ മറ്റവനാണെന്ന് തോന്നും. അത് പറഞ്ഞിട്ട് ശ്യാമിലി നാക്ക് കടിച്ചുകൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റ് സീത കിടക്കുന്ന ബെഡിന്റെ അടുത്തേക്ക് വന്നു. അവിടെ സീത നല്ല ഉറക്കമാണെന്ന് കണ്ടതും നെഞ്ചിൽ കൈവച്ച് ശ്വാസം ഒന്ന് നേരെ വിട്ടു ശാലിനി. അവിടെ സീത നല്ല ഉറക്കമാണെന്ന് കണ്ടതും നെഞ്ചിൽ കൈവച്ച് ശ്വാസം ഒന്ന് നേരെ വിട്ടു ശ്യാമിലി. അവൾക്ക് സംസാരിക്കാനൊന്നും പറ്റില്ലെന്നേയുള്ളൂ. ചെവിക്കൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ സൂക്ഷ്യം കണ്ടുമൊക്കെ നിന്നാൽ ഹരിയേട്ടന്റെ മനസ്സ് മാറിയില്ലെങ്കിലും ഇവര് പറഞ്ഞാൽ അവരുടെ മോൻ ഹരി എന്നെ കല്യാണം കഴിക്കണം. അതിന് ഇവരോട് കുറച്ച് സ്നേഹത്തിൽ നിന്നാലേ പറ്റൂ. സീതയെ അടുത്തുനിന്ന് ഗിരിജയുടെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് ശ്യാമിലി പതിയെ പറഞ്ഞു. അതൊക്കെ നല്ല കാര്യമാണ് മോളെ. അവരെ സോപ്പിട്ടൊക്കെ നിന്നോ, അപ്പൊ കാര്യം നടക്കും. ഗിരിജയും മോളെ സപ്പോർട്ട് ചെയ്തു. അമ്മയുടെ സപ്പോർട്ടും കൂടെ കിട്ടിയതും ശ്യാമിലി ഒരുപാട് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. ഹരിയുടെ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ ശ്യാമിലിയും ഗിരിജയും ശാലിനിയും കാര്യം മറന്നു. ശാലിനി കാറിലെ കരുതി മുതൽ ഓരോ ചിന്തയിലാണ്. എപ്പോഴെങ്കിലും താൻ അയാൾ നിന്ന് ഒരു വേർപാട് ആഗ്രഹിച്ചിരുന്നോ? ഇല്ല. അങ്ങനെ താൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. എന്തിനാ തന്റെ മനസ്സ് ഇങ്ങനെ വേദനിക്കുന്നത്? അയാളും ആ കുടുംബവും തന്നോട് ചെയ്തതോർത്ത് താനായി ഒഴിഞ്ഞു കൊടുക്കേണ്ടതല്ലേ? തന്നെന്ന് കേൾക്കാൻ പോലും നിന്ന് തന്നില്ലല്ലോ. സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ, എന്നിട്ടും തന്നെ മനസ്സിലാക്കിയില്ലല്ലോ. ശാലിനി സങ്കടത്തോടെ ഓർത്തു. പൊടുന്നനെ അച്ഛന്റെ മുഖം ഓർമ്മ വന്നതും കണ്ണുകൾ അവൾ പോലും അറിയാതെ നിറഞ്ഞൊഴുകി. ഇല്ല അച്ഛ, എനിക്ക് അയാളെ ഇനി ഉൾക്കൊള്ളാൻ പറ്റില്ല. അയാളോട് ഞാൻ ക്ഷമിച്ചാൽ എൻ്റെ അച്ഛൻ്റെ ആത്മാവ് എന്നോട് പൊറുക്കില്ല. എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അയാളുടെ കൂടെ പോകാൻ എന്നെ സമ്മതിക്കില്ലായിരുന്നു. ശാലിനിക്ക് ആരും വേണ്ട, ആരും. ജീവനും അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. കാറിൽ കയറിയിടം മുതൽ അവളുടെ മനസ്സ് ഇവിടെയല്ല. അതിന് കാരണം ആ ഡിവോഴ്സ് നോട്ടീസ് ആണെന്ന് ജീവൻ അറിയാമായിരുന്നു.
അവളുടെ മനസ്സിപ്പോൾ എന്തുമാത്രം വേദനിക്കുന്നുണ്ടാകും. ജീവൻ തലതിരിച്ച് ശാലിനിയെ നോക്കി. അവൾ കണ്ണുകൾ അടച്ച് കിടക്കുകയാണെങ്കിലും അവളുടെ ഇരു ചെന്നിൽ കൂടെയും കണ്ണുനീർ ഒഴുകിയിറങ്ങുന്നുണ്ട്. ജീവൻ കാർ സൈഡ് ചേർത്ത് ഒതുക്കി നിർത്തി. ശാലിനി കാർ നിന്നതൊന്നും അറിയുന്നത് പോലും ഉണ്ടായിരുന്നില്ല. അവൾ സത്യത്തിൽ വേറൊരു ലോകത്തായിരുന്നു. എടോ! ജീവൻ കാറിൽ നിന്ന് ഇറങ്ങി വന്ന് ശാലിനിയുടെ ഭാഗത്ത് വന്ന് നിന്നോണ്ട് വിളിച്ചു. ശാലിനി ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ തുറന്നു. താൻ ഞെട്ടിയത് കൊണ്ട് തന്നെ കയ്യിലിരുന്ന തമ്പുരുമോളും ഒന്ന് ഞെട്ടിക്കരയാൻ തുടങ്ങി. ഓ, കരയില്ല മോളെ. ശാലിനി തന്റെ സങ്കടങ്ങളെല്ലാം മറന്ന് തമ്പുരുമോളെ സമാധാനിപ്പിക്കാൻ നോക്കി. എന്നിട്ടും കരച്ചിൽ മാറാതെ വന്നതും തന്റെ കയ്യിലിരുന്ന ഹാൻഡ് ബാഗിൽ നിന്ന് ഫീഡിംഗ് ബോട്ടിലെടുത്ത് തമ്പുരുമോൾക്ക് കൊടുത്തു. പാല് വായിലേക്ക് ചെന്നതേ കുഞ്ഞുപെണ്ണിന്റെ വാശി കുറഞ്ഞു വന്നു. മോൾ ഉറങ്ങിക്കഴിഞ്ഞതും ശാലിനി കാറിന് പുറത്ത് തങ്ങളെ നോക്കി നിൽക്കുന്ന ജീവനെ ഒന്ന് നോക്കി. അവൾ നോക്കുന്ന കണ്ട് അവനൊരു പുഞ്ചിരിയോടെ അവൾക്ക് സമ്മാനിച്ചുകൊണ്ട് അടുത്ത് കണ്ണ ഇളനീർ കടയിൽ നിന്ന് 2 ഇളനീർ വാങ്ങിക്കൊണ്ടുവന്ന് ഒന്ന് ശാലിനിക്ക് വെച്ച് നീട്ടി. വാങ്ങിക്കടൂ. ശാലിനി ഇളനീർ വാങ്ങാതെ അവനെ തന്നെ നോക്കി നിൽക്കുന്നതേ അവൻ ചെറുചീരിയോടെ പറഞ്ഞുകൊണ്ട് ഇളനീർ അവൾക്ക് നേരെ നീട്ടി. ഒന്നും മടിച്ചിട്ടാണെങ്കിലും ശാലിനി അവന്റെ കയ്യിൽ നിന്നും അത് വാങ്ങിച്ചു. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലടോ പല മനുഷ്യന്മാരും. പുറമെ നമ്മളെ സ്നേഹിക്കുന്നവരാണെന്ന് കാട്ടുമ്പോഴും അകമേ നമ്മളോട് അവർക്ക് വെറുപ്പായിരിക്കും. ചിലരുണ്ട് നമ്മുടെ എല്ലാമാണ് പറയും, പിന്നെ കാര്യത്തോടടുക്കുമ്പോൾ അവർക്ക് നമ്മൾ ആരും ആയിരിക്കില്ല. അതുകൊണ്ട് നമ്മെ വിട്ടു പോകുന്നതൊന്നും നമുക്കുള്ളതല്ല. അത് നമുക്ക് വിധിച്ചതാണെങ്കിൽ തീർച്ചയായും നമ്മളെ ഒരു നാൾ തേടി വന്നിരിക്കും. ഇപ്പോൾ ദൈവം ഒരു സങ്കടം തനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്നത് വലിയ സന്തോഷം തന്നെയായിരിക്കും. പഴയ കാര്യങ്ങൾ ആലോചിച്ച് മനസ്സ് സങ്കടപ്പെടാതെ ഇനിയുള്ള ജീവിതം സന്തോഷത്തോടെ ജീവിക്കാൻ നോക്ക്. ഒരു ജീവിതം മാത്രമേ ഉള്ളൂ നമുക്ക്. അത് ഇപ്പോഴും കരഞ്ഞു തീർത്താൽ മതിയോ? ജീവൻ തന്നെ നോക്കിയിരിക്കുന്നവളോടായി ചോദിച്ചു. അതിന് ശാലിനി ഒന്നും മറുപടി പറഞ്ഞില്ല. അവൻ പറഞ്ഞത് എന്താണെന്ന് അവൾക്ക് സത്യത്തിൽ മനസ്സിലായില്ല. അവൾ അന്തിച്ച് അവനെ നോക്കി നിന്നു.